അസ്സലാമലൈക്കും CWS മെമ്പർമാരെ, ഞങ്ങളിപ്പോൾ വയനാടേക്ക് പോകുന്ന ഒരു ഇതിലെത്താണ്ട പാൽച്ചുരം, പൊട്ടിയൂർ പാൽച്ചുരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു പ്രകൃതി ചികിത്സക്കും അതുകൂടാതെ ഭക്ഷണം തേടിയുള്ള രുചികൾ തേടിയുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ഫേമസ് ടേസ്റ്ററായ മഷ്വർ ഷാഹിദ് സുഹൈലും കൂടി നമ്മൾ ഇന്ന് ടേസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടി പോസ്റ്റ് ടൗണിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ അടിപൊളി ബീഫും പൊറോട്ടയും കഴിച്ച ഒരു ബ്ലോഗ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് കൽപ്പറ്റയിലുള്ള ബേച്ചോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ്. രുചികൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കാണാം ബേച്ചോയിൽ വെച്ച്. താങ്ക് യു. മറ്റൊരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഇതാക്കുന്നത്. ഇപ്പോൾ വേറൊരു പാൽച്ചുരം ഏപ്പിൻ വളവ് മൂന്നാമത്തെ ഏപ്പിൻ വളവിൽ നിന്ന് അമ്പരചുംബികളായ കെട്ടിടങ്ങളില്ലെങ്കിലും അമ്പരചുംബികളായ പർവ്വതങ്ങളും കൂടാതെ വെള്ളച്ചാട്ടവും ഇതാ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ക്യാമറയിൽ അത് പകർത്തുവാൻ കഴിയുന്നതെന്ന് അറിയില്ല. വെള്ളം അരുവികൾ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രുചികൾ തേടിയുള്ള യാത്രയിൽ വീണ്ടും നമുക്ക് കാണാം ബേച്ചോയിൽ വെച്ച്. യാത്രയിൽ ഇപ്പോൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി റോളക്സ് ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്. നമ്മുടെ എല്ലാമായ സുഹൈലിൻ്റെ ഒറ്റ സുഹൃത്തും കൂടിയാണ്. രാവിലെയുള്ള ഭക്ഷണം അതുപോലെ ഞങ്ങളെപ്പോഴും ഇവിടെ നിന്നാണ് കഴിക്കാറ്. ഇത് നമ്മുടെ സുഹൈലിൻ്റെ ചങ്ങാതിയാണ്. മൈസൂർ റോഡിലുള്ള റോളക്സ് ഹോട്ടലിൽ നിന്ന് ഷാഹിദ്. ഓക്കെ, രാവിലെ പ്രഭാത ഭക്ഷണമാണ് കഴിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, ലഘുവായിട്ടാണ്, വളരെ ലഘുവായിട്ടുള്ളതാണ്. മട്ടൻ ചാപ്സ്, അതുപോലെ തന്നെ ചിക്കൻ പാർട്സ്, പുട്ട്, ആവി പറക്കുന്ന പുട്ട്. വളരെ മിതമായ ലഘുവായ ഒരു പ്രഭാത ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കണിയാമ്പറ്റ ഒരു 3 കിലോമീറ്റർ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വലതു ഭാഗത്താണ് ഏച്ചോം എന്ന് പറയുന്ന സ്ഥലം. ദ്രാവിഡ ഹെർബൽ മെഡിസിൻ രാജൻ വൈദ്യർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഞങ്ങളുള്ളത്. ചികിത്സാലയത്തിലെ വനിതാണ്. അവിടെ നിന്നും ഞങ്ങൾ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? ഞങ്ങളുള്ളത് കൽപ്പറ്റ ബൈപ്പാസാണ്, കോഴിക്കോട് റോഡ് കൽപ്പറ്റ ബൈപ്പാസ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പാറകളെല്ലാം. ഇതുപോലുള്ള സ്ഥലം തുറന്നിട്ടാണ് ഈ ബൈപ്പാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സർക്കാർ യാത്രാ സൗകര്യത്തിന് വേണ്ടി ചെയ്ത ഇതാണ്. അതുകൊണ്ട് ഒരുപാട് തിരക്കുകൾ കുറഞ്ഞു. കൽപ്പറ്റ നഗരത്തിൽ ഒരുപാട് തിരക്കുകൾ കുറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണുന്നുണ്ട്, ഇതേ പാറ 2 ഭാഗം പാറയാണ്. ഈ പാറ തുറന്നിട്ടാണ് ബൈപ്പാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പോകുന്നത് കൽപ്പറ്റ ഒരു രുചി തേടിയുള്ള യാത്രയിൽ ബേച്ചോ എന്ന് പറയുന്ന ഹോട്ടലാണ്. എന്നാലും നമ്മുടെ മഷ്വർ സാഹിബിന് ഇവിടെ റോഡിൽ നിന്നും ബിരിയാണി, ഇറച്ചിച്ചോറ് എന്നിവ കണ്ടപ്പോൾ ഒരു പൂതി, ഒന്ന് ഇറച്ചിച്ചോറ് വാങ്ങണം. ഏതായാലും ഞങ്ങൾ ഇറച്ചിച്ചോറ് വാങ്ങേണ്ട ഒരു പരിപാടിയിലാണ്. അതിലൂടെ യാത്ര പോകുന്നവർക്ക് ഒരു ദാഹം വന്നിട്ടുണ്ട്. നമ്മൾ അല്പം സർബത്ത് മുളേരി പായസം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും. വൈത്തിരി, ഇപ്പോൾ ഞങ്ങൾ വിശ്രമിക്കുന്നത് വൈത്തിരി വയനാട് റൂട്ടാണ്. വൈത്തിരി വയനാട് റൂട്ടിലേക്ക് ഞങ്ങളിപ്പോൾ കണ്ടത് ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, അതുപോലെ മുളക്, പൈനാപ്പിൾ എന്നിവ വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. അങ്ങനെ നമ്മുടെ വഴികാട്ടിയും നമ്മുടെ ഗൈഡുമായ സുഹൈലിന് ഒരു ഉപ്പിലിട്ട് തിന്നാൻ തോന്നി. അദ്ദേഹം ഇതാ ഞങ്ങൾക്കെല്ലാം ഓരോ പൈനാപ്പിൾ വാങ്ങി തന്നിരിക്കുകയാണ്.
ഇത് കോമാങ്ങ എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ഇവിടെ കോമാങ്ങ എന്ന് പറഞ്ഞാൽ ഇവർ ചിരിക്കും. ഇത് സോത്ത മാങ്ങയാണ്. സോത്ത മാങ്ങ എന്ന് പറയും. നെല്ലിക്ക, നാടൻ നെല്ലിക്ക, പൈനാപ്പിൾ, വജിമുളക്. പിന്നെ ഇവിടെയുള്ള ഇത്ത പറയുന്നത് ഇവിടെ ഏറ്റവും ഫേമസ് മുളയാരി പായസമാണ്. മുളയാരി പായസത്തിന് എത്രയാണ്? 30 രൂപ. 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വേണം ഞങ്ങളിപ്പോൾ ഉള്ളത് വൈത്തിരി. ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന വയനാട്. വയനാടിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന വൈത്തിരി മൂക്കോ ലേക്കിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. കൊറോണയ്ക്ക് ശേഷം ടൂറിസം വന്ന് ഉഷാറായി വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ വൈത്തിരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേക്ക് ഒരു 5 മിനിറ്റത്തെ വെയിറ്റുണ്ട്. അതിനുശേഷം ഞാനും മഷ്വറും സുഹേലും കൂടി ഒരു 2 പേർ തുഴയുന്ന പെഡസ്റ്റർ ബോട്ട് എടുത്ത് ലേക്കിലൂടെ ഒന്ന് ആസ്വദിക്കേണ്ട പരിപാടിയുണ്ട്. ഈ കാണുന്നതാണ് പൂക്കോട്ടിലേക്ക് ഒരുപാട് ബോട്ടുകൾ ജനങ്ങൾ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങളുടെയൊക്കെ ആവേശം ഇപ്പോഴും കൽപ്പറ്റയിലുള്ള ബീച്ച് തന്നെ. ഞങ്ങൾ പ്രതീക്ഷിച്ച ബീച്ചോയിൽ എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ ഗൈഡ്, അതുപോലെ നമ്മുടെ ഡ്രൈവർ ബീച്ചോയിൻ്റെ മെനു എടുത്ത് പരിശോധിക്കുകയാണ്. മുഴുവനുള്ള പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പേ ബോട്ടും കാലടിക്കാനാണ് വരുന്നെങ്കിൽ ഒരു ദിവസം മുമ്പ് ഓർഡർ ചെയ്യുക. ഒരു ദിവസം മുമ്പ് ഓർഡർ ചെയ്തെടുത്ത് ഇന്ന് വന്നിട്ട് നമുക്ക് ബോട്ടുകാലം വന്നിട്ട് നമുക്ക് തലേന്ന് ഇത് ബുക്കിംഗ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാണുന്ന തിരക്കൊക്കെ ഉണ്ട്. ബോട്ടുകാലം കഴിയുമ്പോൾ രണ്ടാക്കി കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. ഗൾഫ് സ്റ്റൈൽ സാൻഡ്വിച്ചും ബർഗറും. ഇതിന് കൂടെ ഗൾഫ് സ്റ്റൈൽ സാൻഡ്വിച്ചും ബർഗറും ഉണ്ടാവും. നമുക്ക് ടയർ വെച്ചിട്ടുണ്ട്. അതുപോലെ പൊറോട്ടയുണ്ട്. ഞങ്ങൾ കഴിക്കാൻ റെഡി. നിങ്ങളോ? മടക്കയാത്രയിലാണ്. ഇപ്പോൾ മടക്കയാത്രയിൽ വരുമ്പോൾ ഞങ്ങൾ മാനന്തവാടി കഴിയാൻ പോകുന്നു. ഔട്ട്ലെറ്റ്, ഫാക്ടറി ഔട്ട്ലെറ്റ്, അതായത് ചായപ്പൊടി, മൈദപ്പൊടി, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ എല്ലാം ഫാക്ടറി വിലക്ക് ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വന്നാലേ ഇവിടുന്ന് എല്ലാവർക്കും ചായപ്പൊടി അങ്ങനെ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാൽ വന്ന പൈസ ചെറുങ്ങനെ മുതലാക്കുവാൻ സാധിക്കും. വരും, നമുക്ക് ചായപ്പൊടി കാണാം. തേയില തോട്ടത്തിലാണ് ഇപ്പോൾ മഷ്വറും തേയിലുള്ള സ്ത്രീകളെയും അത്യാവശ്യം ഫോട്ടോ കവറേജ് ചെയ്യുന്ന ജനങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ശരിക്കും